മഴക്കാലമായതുകൊണ്ട് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ഇങ്ങനെ ഓരോരുത്തരും അല്ലേ അവരവരുടെ ജീവിതം. ഇതെന്താണെന്നറിയോ സതീഷിന്? ഇത് എരുന്തെന്ന് പറയും. എരുന്ത്. ഈ പുഴയിൽ നിന്ന് ഇതെടുക്കുന്നതാണ്. ഇത് വിശ്വനാഥനാണ്. വിശ്വനാഥൻ്റെ മകനാണ് ഇത് ഭാര്യ സജിലയാണ്. അപ്പോൾ ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ മാംസം വിൽക്കും. ഇത് ഈ എരുന്തിൻ്റെ ഇതുണ്ട്, ഈ തോടുണ്ടല്ലോ, അത് ഇവിടെ കളയും. ഈ തെങ്ങിൻ്റെ കൂട്ടാണ്. നമ്മുടെ ഈ തെങ്ങിൻ്റെ കൂട്ട് ഒന്നും കളയാനുണ്ടാവില്ലല്ലോ. ഇതിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. കാരണം ഈ സാധനം പലതായിട്ട് മാറുകയല്ലേ. ചുണ്ണാമ്പായിട്ട് മാറുന്നു, വീട്ടിന് പെയിൻ്റ് അടിക്കുന്നു, അങ്ങനെ പലതും വേണ്ട. ഇതായിട്ട് ഇങ്ങനെ രസിച്ച് നിൽക്കുകയാണ്. ഇതിൻ്റെ ചില ഓഹരിയൊക്കെ എനിക്കും തരും. കാരണം ഞാൻ ഇപ്പം നാട്ടുകാരനാണല്ലോ, കൊളക്കാടുകാരനായതുകൊണ്ട് ഇവരാണ് നമ്മുടെ സംരക്ഷകരിപ്പം. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കേണ്ടത് ഇപ്പം ഇവരാണ്. ഈ യൗവനത്തിൻ്റെ രഹസ്യം ഇവരൊക്കെ തന്നെയാണ്. ഇബ്രാഹിം നാടകത്തിലേക്ക് കടന്നു വന്ന ഒരു കാലം ഉണ്ടല്ലോ, അതൊക്കെ അറിയാമെങ്കിൽ വലിയ ആഗ്രഹമുണ്ട്. അതായത് ഞാൻ നാടകത്തിലേക്ക് കടന്നു വന്നത് 1961. അത് എൻ്റെ നാട്ടിൽ വെച്ചിട്ടല്ല, അത് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നാട്ടിലല്ല, അന്നല്ല. ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സിൽ ഒരു നാടകം കണ്ടതിൻ്റെ പേരിൽ തറവാട്ടിൽ നിന്നും അടിച്ചിറക്കിയതാണ് എന്നെ. അപ്പോൾ ആ അടിച്ചിറക്കൽ ഒരു 13-14 കൊല്ലം സഞ്ചരിച്ച് അതിൻ്റെ ഇടയിൽ മട്ടാഞ്ചേരിയിൽ എത്തിയപ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഒരു നാടകത്തെ അവതരിപ്പിക്കുന്നത്. ആ നാടകത്തിൻ്റെ പേര് ക്രൂശിക്കപ്പെട്ട ഒരു ആത്മാവ് എന്നാണ്. ജീവിതമായിട്ട് ബന്ധമില്ലെങ്കിലും ക്രിസ്തുവിനെ ബേസ് ചെയ്തിട്ടാണ് ആ നാടകം. പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് CV അഗസ്റ്റീനാണ് നാടകം എഴുതിയത്. അതിൽ പ്രോംപ്റ്റ് ചെയ്യാൻ പോയതാണ് ഞാൻ. അപ്പോൾ ഒരു നടന് മദ്യപിച്ചിട്ട് ഈ അഭിനയിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ എന്നോട് കയറാൻ പറഞ്ഞതാണ് 1961. ഈ 61 നാടകരംഗത്തേക്ക് ഞാൻ കടന്നു വരുന്നത്. പിന്നീട് ആദ്യം നാടകം എഴുതിയത് 1965 ആർത്തി എന്നൊരു നാടകം. അന്ന് ചിരന്തിരൊന്നുമില്ല. അന്ന് ആർത്തി എന്ന നാടകം ഒരു കോമ്പറ്റീഷൻ, അമേച്വർ നാടകത്തിലുള്ളൊരു കോമ്പറ്റീഷനായിരുന്നു. പിന്നെ ആ നാടകത്തിൽ സംസ്ഥാന അവാർഡൊക്കെ കിട്ടി. പിന്നെ ആ നാടകം പഠിക്കാനുള്ള ഒരു ത്വര ഉണ്ടായി. മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് നാടകരംഗത്തേക്ക് വരുന്നത്. ചിരന്തന തുടങ്ങുന്നത് 1985. അതിനു മുമ്പല്ലേ കേട്ടിയായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് 1974 സാക്ഷാത്കാര നാടകം കേട്ടിയുടെ പ്രശസ്തമായ നാടകം കേട്ടിയുടെ സാക്ഷാത്കാരം. ആ നാടകത്തിൽ ദാമു എന്നൊരു കഥാപാത്രമായിട്ടാണ് ഞാൻ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ കേട്ടിയുടെ കൂടെ ഒരു 8 വർഷം ഞാനുണ്ടായിട്ടുണ്ട്. അല്ല, കേട്ടിയുടെ ആ ശിക്ഷണവും കേട്ടിയുടെ നാടകങ്ങളും ഇബ്രാഹിമിനെ വളർത്തുന്നതിൽ എനിക്ക് തോന്നുന്നു വല്ലാത്തൊരു പങ്ക് വഹിച്ചു. ഞാൻ നാടകത്തിൻ്റെ എനിക്ക് ആദ്യമായിട്ട് അവകാശപ്പെടാനുള്ളത് PG ആൻ്റണിയാണ്. സാറിൻ്റെ കൂടെ. അതെ, PG ആൻ്റണിയുടെ നാടക ശൈലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതായത് ഞാൻ 61 നാടകരംഗത്തേക്ക് വന്നല്ലോ. ഞാൻ കേട്ടിയായിട്ട് ബന്ധപ്പെടുന്നത് 1974. പക്ഷേ കേട്ടിയുടെ ആ ഗുരുത്വം എന്ന് പറഞ്ഞാൽ നാടകത്തെക്കുറിച്ചുള്ള അറിവ് ഒരു വല്ലാത്തൊരു അറിവാണ്. നമ്മൾ മറ്റിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു അറിവാണ്. നാടകത്തിലെ ഈ ഡയലോഗിൻ്റെ മോഡലേഷൻ എന്താണെന്നും നാടകം എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു കൂടുതൽ കിട്ടിയത് കേട്ടിയിൽ തന്നെയാണ്. കേട്ടി എന്ന് പറയുമ്പോൾ ഒരു ഗുരു മാത്രമായിരുന്നില്ല. കേട്ടി ഞാൻ 8 കൊല്ലം ഒന്നിച്ച് കിടന്നുറങ്ങിയ വ്യക്തി. അപ്പോൾ പരസ്പരം തീർച്ചയായിട്ടും കേട്ടി തന്നെയാണ് എൻ്റെ ഒരു ഗുരു എന്ന് ഞാൻ ഇപ്പം അവകാശപ്പെടുന്നു. അതെ. പിന്നെ കേട്ടിയെ കുറിച്ച് തന്നെ കേട്ടിൻ്റെ ലൈഫ് നാടകമായി. കേട്ടിയുടെ ലൈഫ് കളത്തിങ്കൽ തൊടികയിൽ കൽവിളക്ക് എന്നുള്ള പേരിലൊരു നാടകം ഞാനാക്കി. ഈ അനുഭവം മാത്രമല്ല, കേട്ടിയെക്കുറിച്ച് എനിക്ക് അറിയുന്നത്ര അറിയുന്നത് വളരെ കുറവാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കേട്ടിയുടെ കാലവും പിന്നെ നാടകവും കേട്ടിയുടെ ജീവിതവും ഇത് മൂന്നും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ കളത്തിങ്കൽ തൊടികയിൽ കൽവിളക്ക് എന്നൊരു നാടകം ഞാൻ രചിച്ചത്. അത് പുസ്തകമാണ്. പുസ്തകമാണ്. അപ്പോൾ കേട്ടിയുടെ ഒരു ആത്മകഥ ഉണ്ടായിട്ടില്ല. കേട്ടിയുടെ ആത്മകഥ ഉണ്ടായിട്ടില്ല. അപൂർവ വ്യക്തിയാണ് കേട്ടി. അതിന് സമയം ഉണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടുമില്ല.
പക്ഷേ ഈ കളത്തിങ്കൽ തുടികിൽ കൽവിളക്ക് എന്ന നാടകം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MT വാസു എന്നൊരു കാര്യം പറഞ്ഞത് കേട്ടിക്കുള്ളൊരു സ്മാരകമാണ് ഈ നാടകം. അത് MTയുടെ ആ അഭിപ്രായമാണ് സത്യത്തിൽ എന്നെ കൂടുതൽ സന്തോഷിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം, കാരണം അദ്ദേഹം KT മുഹമ്മദ് ആരാണെന്ന ഒരു തിരിച്ചറിവ് ആ നാടകത്തിലുണ്ട്. KT ചിരന്തൻ അതിൻ്റെയൊക്കെ ഒരു വളർച്ചയിലേക്കൊക്കെ പോരുമ്പോൾ ഇപ്പം ഞാനടക്കമുള്ളൊരു വരുന്നത് KT ഇബ്രാഹിം കണ്ടു പഠിച്ചിട്ടാണ്. അല്ല, അതിപ്പോൾ സതീഷിൻ്റെ ഒരു നാടകം തന്നെ, ഞാൻ മേടപ്പത്തെ ഒരു നാടകം ദേശീയ അവാർഡ് നേടിയ നാടകമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്. ഏഴിച്ചുവ എന്ന് പറയുന്ന ഒരു നാടകത്തിന് അത് മേടപ്പത്ത് എന്നാക്കിയത് PN താജയായിരുന്നു. കാര്യം ഇബ്രാഹിക്ക അത് ഏഴിച്ചുവ എന്ന് പറയുന്ന പേരത്ര സുഖമല്ല, അതുകൊണ്ട് പേര് മാറ്റണമെന്ന് പറഞ്ഞിട്ടാണ് മേടപ്പത്താക്കിയത്. ഇപ്പം KT ആയാലും ഇബ്രാഹിം ആയാലും ചെയ്തു പോകുന്നത് ഏറ്റവും പുതിയ ചെറുപ്പക്കാരെ അവരെ ഉള്ളിലുള്ളൊരു ത്രസിപ്പിനി ഊർജത്തിനെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ നിൽക്കുന്നൊന്നുണ്ടാവില്ല. ഞാൻ ഏതൊരു വഴിക്ക് പോയിട്ടുണ്ട്. സത്യത്തിൽ കറുത്തവശയുടെ പാട്ടാണ് ഒരു വഴിത്തിരിവായത്. പക്ഷെ ഇങ്ങനെ വഴി തെളിച്ച് തരാൻ ചിലരുണ്ടായി എന്നുള്ളതാണ്. പുതിയൊരു തലമുറക്ക് അങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം താജൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം എന്തായാലും കോഴിക്കോടൻ. അല്ല, താജ് എന്ന് പറയുന്നത് ആ പ്രതിഭ സ്വയം കത്തിക്കരിഞ്ഞു പോയതാണ്. താജ് എന്ന് പറയുന്ന മഹാപ്രതിഭ. പക്ഷെ സ്വയം അദ്ദേഹം അത് ഉരുകി തീർന്നു എന്നുള്ളതാണ്. അപ്പോഴേക്കും അദ്ദേഹം നല്ല സൃഷ്ടികൾ നടത്തി. അതിൽ ഏറ്റവും നല്ലൊരു നാടകം രാവുണ്ണി എന്നുള്ളത്. രാവുണ്ണി എന്ന് പറഞ്ഞാൽ ഈ ലോകം നിലനിൽക്കുന്ന കാലം വരെ രാവുണ്ണി നിലനിൽക്കുന്നു. നേരത്തെ MT പറഞ്ഞ മാതിരിയാണ്, താജിന്റെ ഒരു വലിയ സ്മാരകമാണ്, താജിനുള്ള താജാൽ തീർത്തൊരു സ്മാരകമാണ് രാവുണ്ണി. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. കാര്യം ഈ എഴുത്തുകാര് പ്രവാചകരെന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും പ്രവാചകർ വരുന്ന കാലം മുൻകൂട്ടി കാണുക എന്നുള്ളൊരു ഇതുണ്ട്. അത്തരം കണ്ട ഒരു വ്യക്തിയാണ് താജ് എന്ന് പറയുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് താജിൻ്റെ ആ ചെറുപ്പപ്രായത്തിൽ തന്നെ നല്ലത് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം താജിന്റെ പിൻവഴിയിൽ വരുന്നതാണ് ഇപ്പം ഞാൻ ശാന്തൻ അങ്ങനെയൊക്കെ ഒക്കെ ഉള്ള ആളുകൾ. അപ്പം നമ്മൾ നോക്കി കാണുന്നത് ഇപ്പം KT ആയാലും ഇബ്രാഹിം ആയാലും പിന്നെ താജ് ഇവരിൽ എത്തി നിൽക്കുമ്പോൾ കോഴിക്കോട് നാടകവേദി കടന്നു പോകുന്ന ഒരു സമ്പന്നമായ ഭൂതകാലം നമുക്കുണ്ട്. അതിൽ നിന്നാണ് ഇപ്പം ഞാനടക്കമുള്ള കുറേ ആളുകൾ കടന്നു വരുന്നത്. ഇബ്രാഹിം KT ഒക്കെ ചെയ്തു പോയി. അപ്പോൾ ഇവിടെ കോഴിക്കോട് വന്നതിന് ശേഷം ഈ കോഴിക്കോടിൻ്റെ ഒരു നാടകവേദിയുടെ വളർച്ച അതൊക്കെ അത് വളർച്ച എന്ന് പറഞ്ഞാൽ ഈ KTക്ക് ശേഷം പലരും വന്നിട്ടുണ്ട്. പക്ഷേ ഈ നാടകങ്ങളൊക്കെ സ്വന്തം അനുഭവത്തിൽ നിന്നും എഴുതിയെടുത്തതല്ല. കൂടുതലും എനിക്ക് തോന്നുന്നത് വായിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നാടകങ്ങളാണ് എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം തോന്നിയിട്ടുണ്ട്. അത് ഞാൻ നാടകം എഴുതുന്ന സമയത്ത് KT മരിച്ചതിന് ശേഷവും ജീവിച്ചിരിക്കുമ്പോഴും എൻ്റെ പുറകിൽ ഒരു ചാട്ടവാറുമായിട്ട് KT നിൽക്കുന്നതായി തോന്നാറുണ്ട്. ചാട്ടവാറുമായിട്ട് അതങ്ങനെയല്ലടാ ഇങ്ങനെ എഴുത് എന്ന് പറയുന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റുപാടിലൊക്കെ KT ഉണ്ട്, PJ ആന്റണി ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളെ ഗുരുക്കന്മാരെ ഓർത്തുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ നാടകം എഴുതുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഈ 73-ാമത്തെ എനിക്കിപ്പോൾ 73 വയസ്സായി. ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പുതിയ നാടകം ചെയ്യുന്നില്ല. അതെ, CH മുഹമ്മദ് കോയ 1950 എഴുതിയ ഒരു നാടകമുണ്ട്, വെളിയമ്പലം എന്നൊരു നാടകം. അത് ഇബ്രാഹിം ഇബ്നു അദഹം എന്ന് പറയുന്ന ഒരു രാജാവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു നാടകമാണ്. അതിലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ ലോകം എന്ന് പറയുന്നത് ഒരു വഴിയമ്പലം മാത്രമാണ്. നമ്മൾ വന്നിട്ട് യാത്ര ചെയ്യുന്നു, നമ്മൾ കുറച്ച് വിശ്രമിക്കുന്നു, നമ്മൾ ദാഹം തീർക്കുന്നു, അങ്ങനെ കുറച്ച് സൂഹിക്കുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല എന്നുള്ളതാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എങ്കിൽ ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു സന്ദേശമാണ് CH മുഹമ്മദ് കോയ അന്ന് പറഞ്ഞു. അന്ന് 1950 പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ഉണ്ടായിരുന്നില്ലേ എൻ്റെ അർത്ഥം. പിന്നെ തീർച്ചയായും 50 എഴുതിയ നാടകം ഇന്നത്തെ 2014 വേണ്ടിയിട്ടാണ് ആ നാടകം എഴുതിയെന്ന് എനിക്ക് തോന്നാറ്. അല്ല, ചില രചനകൾ അങ്ങനെയാണ്. ഇപ്പൊ ഇബ്രാഹിമിൻ്റെതായാലും എല്ലാം ഇപ്പൊ താജിൻ്റെതായാലും KTയുടേതായാലും കാലത്തിന് മറികടന്നത് നിൽക്കുന്ന. തീർച്ചയായിട്ടും അതാ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രവാചകൻ എന്ന് പറയുമ്പോൾ പ്രവചിക്കുന്നവൻ പ്രവാചകൻ എന്നല്ലേ. അല്ല, ഇതൊരു പ്രവാചക ദൗത്യം പേറുന്ന. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് എഴുതിക്കുകയാണ്, നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിക്കുകയാണെന്ന് തോന്നുന്നു. അത് ആരാണെന്നൊന്നും നമുക്കറിയില്ല.
അതെനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഇബ്രാഹിംഖാന്റെ കൂടെ ചിരന്തനയിൽ വർക്ക് ചെയ്ത അത്രയും സ്കൂൾ ഓഫ് ഡ്രാമ എന്നുള്ള പ്രമോദ് പയ്യന്നൂർ, ശശി നാരായണൻ, മഞ്ജുളൻ തുടങ്ങിയ സ്കൂൾ ഓഫ് ഡ്രാമ കണ്ട പ്രതിഭകൾ തന്നെയായിരുന്നു. നന്മ ഞാൻ സ്വീകരിക്കുന്നു, എന്നാലും എനിക്ക് എന്റേതായ ചില അഭിപ്രായം അതുണ്ട്. നാടകം കണ്ടാൽ നമുക്കറിയാലോ. അതുണ്ട്. അത് ഞാൻ കളഞ്ഞു കുളിച്ചിട്ടൊന്നുമില്ല. അത് ഞാൻ എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇബ്രാഹിംക ഒരുപാട് ദേശങ്ങളിലൂടെ ഒഴുകിയൊരു മനുഷ്യനാണ് അപ്പഴ പോലെ അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഒടുവില് ഈ ഒരു ദേശം ഉണ്ടല്ലോ, ഈ ഒരു ദേശം എങ്ങനെയാണ് എഴുത്തിലേക്കൊക്കെ, അങ്ങനെ എനിക്ക് തോന്നുന്നത് എഴുത്തിനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നത് എൻ്റെ ആത്മകഥ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. ഗ്രീൻ റൂം എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ കുളക്കാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് കുനിയമ്പുഴ എന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ വീട്ടിൽ വന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് 1 കൊല്ലവും 8 മാസവും ഞാൻ എഴുതിയത്. എനിക്ക് ഓർമ്മയുണ്ട് ദേശാമാനിയില് ഗണ്ടശായിട്ട് വന്നു. ഇപ്പൊ അത് പിന്നെ പുസ്തകമായി വന്നിട്ടുണ്ട്. ഈ പുതിയൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോ ആത്മകഥ എഴുതി കഴിഞ്ഞ പുതിയ എഴുത്ത് എന്തിനെ കുറിച്ച്? പുതിയ എഴുത്ത് 1921 മലബാർ കലാപത്തെ തുടർന്ന് മലപ്പുറത്തുനിന്നും തിരുവരങ്ങാടിയിൽ നിന്നും അങ്ങനെ എറണാടൻ നാടുകളിൽ നിന്ന് ആൻഡമാനിലേക്ക് കുടിയേറി പാർത്ത കുറേ മുസ്ലിങ്ങൾ, ഒരുപാട് മുസ്ലിങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ പല ആൾക്കാരും ആൻഡമാനിൽ കുടിയേറിയിട്ടുണ്ട്. അല്ല, അന്ന് നാട് കടത്തപ്പെട്ട 21 മലബാർ കലാപത്തിന്റെ സെല്ലുലാർ ജയിലിലേക്ക്. അപ്പം അവരെക്കുറിച്ചുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു രചനയിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഈ പുതിയ എഴുത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനും അങ്ങനെയുള്ള ചില എഴുത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ നാടകം വിട്ടുപോകുന്നു ഈ ഇടക്കാലങ്ങളിലായിട്ട്. അപ്പൊ 2 നാടകത്തുകളാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഇത്രയും നാടകത്തിൽ നിന്ന് ഒരാൾ എന്ന നിലക്ക് ചിരന്തന ഇല്ലാതെയായി പോകുമ്പോൾ, അല്ലെങ്കിൽ ചിരന്തനക്ക് ഒരു അവതരണങ്ങൾ കുറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ ചതന നിർത്തി വെക്കേണ്ടി വന്ന ആ ഒരു സാഹചര്യം. സതീഷ്, അതെന്താ കാരണം എന്നറിയോ? നമ്മൾ ഈ അമ്പലപ്പറമ്പ് കണ്ട് നാടകം ഇടുന്നവരല്ല. അതെ, നമ്മൾ അമ്പലപ്പറമ്പല്ല നമ്മൾ കാണാം. നമ്മളൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ഒരു നാടകം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതുണ്ട്. അത് നന്മയാണ്. നാടകം എന്ന് പറയുന്നത് നന്മയുടെ കാര്യം. ഇപ്പൊ പണ്ട് ഭരതമുനി പറഞ്ഞ പോലെ നാടകത്തെക്കുറിച്ച് കേൾക്കണമെങ്കിൽ ദേഹശുദ്ധിയും മനഃശുദ്ധിയും വരുത്തണം, എന്നാലേ നാടകത്തെക്കുറിച്ച് കേൾക്കാൻ പറ്റുള്ളൂ എന്നതുപോലെ അത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരു 5ാം വേദമാണ് നാട്യവേദം. 5ാം വേദം, 4 വേദത്തിന് ശേഷം 5ാം വേദം ഉണ്ടായതാണ്. അപ്പൊ അതിന് ഗൗരവം നമ്മൾ നാടകത്തിന് കാണുന്നുണ്ട്.